ഹായ് ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ലാലേട്ടനെ കുറേ അധികം മാപ്രകൾ ശല്യം ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. എന്താണല്ലേ, കാരണം അദ്ദേഹം ഒരു നടനാണ്. അദ്ദേഹം നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ടാണ് അമൈക്കും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ കണ്ണ് തട്ടിയപ്പോൾ അദ്ദേഹം കണ്ണ് തുടയ്ക്കുന്നുണ്ട്. എന്താണ് മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അതായത് സുരേഷ് ഗോപിയോ മമ്മൂക്കയോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ രീതിക്കൊന്നും അല്ല പ്രതികരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ പലവട്ടം ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ വഴിയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം പക്ഷേ വളരെ ലാഘവത്തോടുകൂടി വളരെ സിമ്പിളായിട്ട് ആ ഒരു സീൻ കൈകാര്യം ചെയ്തങ്ങ് വിട്ടു. മോനെ എന്നൊക്കെ വിളിച്ച് വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഇന്നർ മീനിങ് അതിനകത്തുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ എന്നാൽ എന്താണ് മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു കോമഡി പോലെ പറഞ്ഞല്ല, ഇദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇവിടെ ഈ മാപ്രകൾ നടക്കാൻ സമ്മതിക്കാത്തത്. കാരണം അദ്ദേഹം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ മകള് സിനിമാ പ്രവേശനം ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിയാതെ വരില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിനോട് പ്രതികരിക്കാൻ താല്പര്യമല്ല. ഇപ്പോൾ അത് പുറത്തുവിടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതായിരുന്നല്ലോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ പുറകെ വീണ്ടും മൈക്കും കൊണ്ട് ചെന്ന് ശല്യം ചെയ്യുന്ന ഒരു പ്രവണത, ഇത് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു അമിത സ്വാതന്ത്ര്യം, ആരോടും എന്തും കയറി ചെയ്യാം അല്ലെ എന്തും പ്രവർത്തിക്കാം എന്നുള്ള, ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഇതിലേക്കാണ്. പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ അദ്ദേഹം പോലീസുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിഷ്ക്രിയരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ അദ്ദേഹത്തിനെ പൊതിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരും വിചാരിച്ചു കാണും അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ മാറിപ്പൊയ്ക്കോളും എന്നായിരിക്കും അവരും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്നിട്ടും മാറിപ്പോവാതെ മാറിപ്പോയ മാധ്യമപ്രവർത്തകർ ആ കൂട്ടത്തിലുണ്ട്. അത് പറയണമല്ലോ. അവർ പുറകെ എന്നിട്ട് പറയുന്നുണ്ട് അദ്ദേഹം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാ പിന്നെ മൈക്ക് കൊണ്ട് ചെന്ന് ശല്യം ചെയ്യുന്നതെന്ന് പുറകിലെ മാധ്യമപ്രവർത്തകർ തന്നെയാണെന്ന് തോന്നുന്നു അവരവിടെ പറയുന്നുണ്ട്. ചില മാധ്യമപ്രവർത്തകർ അത് അവരുടെ ആ ന്യൂസ് ചാനലിൻ്റെ റേറ്റിങ്ങിനോടുള്ള ഇതുകൊണ്ടാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് അവരെയും കുറ്റം പറയാൻ പറ്റുമോ നമുക്കറിയില്ല. റേറ്റിംഗ് അതാണല്ലോ ഏറ്റവും മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. റേറ്റിംഗ് എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് ന്യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ന്യൂസുകൾ വളച്ചൊടിക്കും. ഇതൊക്കെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്നാലും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയല്ല കണ്ണും മൂക്കും എങ്ങനെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കണ്ണും മൂക്കും എല്ലാം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. കണ്ണും മൂക്കും വായും ഇതൊക്കെ അദ്ദേഹത്തിന് അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എത്രയോ കഥകൾ പറയും. നമ്മൾ ചിരിക്കുകയും കരയുകയും ഒരുപോലെ ചെയ്യുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ അദ്ദേഹത്തിന് അത്രയും വിലപ്പെട്ടതാണ്. അപ്പം ഈ മാധ്യമപ്രവർത്തകർ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യം കുറച്ചുകൂടെ ഒന്ന് കണക്കിലെടുത്ത് പെരുമാറണം എന്നുള്ള